2024 ജൂലൈ 7 മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. പൂക്കോട്ടുംപാടം ഡിവിഷനിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് 1 ആരംഭിക്കുന്നു. നിങ്ങളുടെ സീറ്റുകൾ ഉടൻ ഉറപ്പുവരുത്തൂ. ഇൻഡസ്കാൻ അക്കാദമി, ഹോസ്പിറ്റൽ റോഡ്, നിലമ്പൂർ. ചുങ്കത്തറ കാട്ടിച്ചിറയിൽ ഭിന്നശേഷിക്കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ 2 പേർ പിടിയിൽ. കേസിലെ 1ഉം 3ഉം പ്രതികളെയാണ് എടക്കര പോലീസ് കോയമ്പത്തൂരിൽ വെച്ച് പിടികൂടിയത്. 2ാം പ്രതി ഒളിവിലാണ്. ചുങ്കത്തറ പാതിരിപ്പാടം വളയമ്പടി ഒറ്റക്കത്ത് ചോലക്കൽ ജുനീഷ് മോൻ, പാലേമാട് ചുരുളിക്കുനിയിൽ നിഷാദ് എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 6-നാണ് കേസിനാസ്പദമായ സംഭവം. ഭിന്നശേഷിക്കാരനായ 25-കാരൻ ഓടിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ചാർജ് തീർന്നതിനാൽ സമീപത്തെ വീട്ടിൽ ചാർജ് ചെയ്യാൻ എത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഒരാളും അയാൾ വിളിച്ചു വരുത്തിയ 2 പേരും ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് കേസ്. സംഭവത്തിൽ 3 പേർക്കെതിരെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് അന്വേഷണം നടത്തിയിരുന്നത്. സംഭവശേഷം 2 സംഘങ്ങളായി ബംഗളൂരു, പൂനെ, മുംബൈ, ചെന്നൈ, മധുരൈ, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിച്ചിരുന്ന പ്രതികളിൽ 2 പേരെയാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വെച്ച് എടക്കര SHO NP ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. നിലമ്പൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. SI അജിത് കുമാർ, ASI വാസുദേവൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ AP സാബിർ അലി, CPOമാരായ മുഹമ്മദ് ഷഫീഖ്, സുനീഷ്, നജ്മുദ്ദീൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.